ഗ്ലോറി ബി ടു ഗോഡ്. സദ്വർത്തമാനങ്ങളുമുണ്ട്, ദുർവർത്തമാനങ്ങളുമുണ്ട്. എന്നാൽ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയില്ല, താൻ യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുമെന്ന് 112 സങ്കീർത്തനം 7 വചനത്തിൽ നാം വായിക്കുന്നു. അതെ, ഇന്ന് പകൽക്കാലോ ഏതെങ്കിലും ദുർവർത്തമാനങ്ങൾ കേട്ട് ഭാരത്തോടെ ദുഃഖത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവ് പറയുന്നു, നിശ്ചയമായി സദ്വർത്തമാനങ്ങളെ കേൾക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കി തീർക്കും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം നമുക്ക് വായിക്കാം. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. നമുക്കേവർക്കും സുപരിചിതമായ വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. 4 കുഷ്ഠരോഗികൾ പാളയത്തിനകത്ത് പറയുന്ന ഒരു വർത്തമാനമാണ് നാം വായിച്ചത്. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ. എന്താണ് അവർ ഇന്ന് സദ്വർത്തമാന ദിവസമെന്ന് എടുത്തു പറയുവാൻ കാരണം? അതിൻ്റെ തൊട്ട് മുന്നിലുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ഒത്തിരി ദിവസങ്ങളായി ദുർവർത്തമാനം കേട്ട് അവർ വളരെ ഭാരപ്പെടുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ആ ദേശം മുഴുവനും ശത്രു സൈന്യം അവരുടെ പട്ടണത്തെ പിടിച്ചടക്കിയിട്ട് അവിടെ വലിയ ക്ഷാമമുണ്ടായി. ഒരിക്കലും നടക്കരുതാത്ത കാര്യങ്ങൾ പോലും അവിടെ നടന്നു. സ്വന്തം അമ്മമാർ തങ്ങളുടെ മക്കളെ വരെ ഭക്ഷിക്കുന്ന അവസ്ഥകൾ, അത്രമാത്രം വിശപ്പ്, അത്രമാത്രം കഠിന ക്ഷാമം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദുർവർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും, അവിടെ ഒരു സദ്വർത്തമാന ദിവസമുണ്ടാകുന്നു. കാരണം എന്താണ്? അതിൻ്റെ 6-ാം വചനത്തിൽ കർത്താവ് അരാമ്യ സൈന്യത്തെ, രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്തി രാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും എഴുന്നേറ്റ് ഓടിപ്പോയി. അങ്ങനെ അവരുടെ കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ അവർ അവിടെ വിട്ടിട്ട് ആ ശത്രു സൈന്യം ഓടിപ്പോയി. കർത്താവ് അവരെ ഭ്രമിപ്പിച്ചു, അവർക്ക് ആരവം കേൾപ്പിച്ചു, അവർ ഓടിപ്പോയി. അതെ, ദൈവം എങ്ങനെയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ പോഷിപ്പിക്കുവാൻ, നമുക്ക് ഒരു നല്ല ശുഭകാലം വരുത്തുവാൻ കർത്താവ് ചെയ്യേണ്ടുന്ന കാര്യം ദൈവം അതത് സമയത്ത് ചെയ്യും. ആയതിനാൽ ആ വിഷയങ്ങളെ ഓർത്ത് ദുർവർത്തമാനങ്ങളെ നിമിത്തം ഭയപ്പെടാതെ, ഭാരപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചു വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ഉറച്ചിരിക്കാം. ആ 4 കുഷ്ഠരോഗികൾ പറഞ്ഞതുപോലെ നമുക്കും ഒരു സദ്വർത്തമാന ദിവസമുണ്ട്. വിശ്വസിക്കാം, ഇന്ന് നമ്മുടെ സദ്വർത്തമാന ദിവസമാണ്. അതേ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-9 വചനങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഒരു സന്തോഷ വാർത്ത, സകല ജനങ്ങൾക്കും ഒരു സദ്വർത്തമാനം അവിടെ ദൂതൻ ഇടയന്മാരോട് പറയുകയാണ്. കാരണം നമുക്ക് വേണ്ടി യേശു എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അതെ, ആ യേശു കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ, ആ യേശു കർത്താവിനെ നാം സ്നേഹിച്ച് ഭയപ്പെട്ട് ഭയഭക്തിയോടെ വിശുദ്ധിയോടെ തൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണപ്പെടുന്ന സകല ദുർവർത്തമാനങ്ങൾ മാറി സദ്വർത്തമാനങ്ങൾ കേൾക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കും. ഈ വചനപ്രകാരം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന നാഥനെ ഇന്നൊരു സദ്വർത്തമാന ദിവസമായി അങ്ങ് മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദുർവർത്തമാനം നിങ്ങൾക്ക് ഭയപ്പെട്ട് ഭാരപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ബലപ്പെടുത്തിയായിട്ട്, ധൈര്യപ്പെടുത്തിയായിട്ട് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Good morning. God bless you. Have a great day.